പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി, ഈ ലോകത്തിൽ നല്ല ദൈവമക്കളായി ജീവിക്കാൻ വേണ്ടി, ഈ ലോകത്തിൽ ദൈവാനുഗ്രഹം നിരന്തരം പ്രാപിച്ചുകൊണ്ട് ദൈവാനുഗ്രഹത്തിന്റെ നിറകുടങ്ങളും ദൈവാനുഗ്രഹം ലോകത്തിലേക്ക് ഒഴുക്കിക്കൊടുക്കുന്ന പാത്രങ്ങളുമാകാൻ, ചാനലുകളാകാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട്. ഈ ദൈവാനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? സാധാരണ ഞാൻ ഈ 10-27 വർഷത്തെ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലൂടെ കണ്ട ഒരു കാര്യം, ധ്യാനം കൂടാൻ വരുന്നവരും ധ്യാനം കൂടുന്നവരും ദൈവാനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി അനുഗ്രഹിക്കപ്പെട്ടവർ അല്ലെങ്കിൽ മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ യോഗ്യരെന്ന് അവർക്ക് തോന്നുന്ന ആരെങ്കിലും ഒരാളെ കണ്ടെത്തും, അല്ലെങ്കിൽ ഒരു ടീമിനെ കണ്ടെത്തും, അല്ലെങ്കിൽ ഒരു ധ്യാന കേന്ദ്രം കണ്ടെത്തും. അവരുടെ അടുക്കിലേക്ക് ഓടിക്കൂടും. അവരിലൂടെ അനുഗ്രഹം പ്രാപിക്കണം, അതാണ് അവരുടെ ആശ. അത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ, അവിടം കൊണ്ട് അവസാനിച്ചാൽ അത് തെറ്റാണ്. അനുഗ്രഹീതരിലൂടെ, മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ വരം കിട്ടിയവരിലൂടെ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ചിന്തിക്കുന്നത് തെറ്റല്ല. പക്ഷേ ഈ അനുഗ്രഹീതർ എന്ന് പറയുന്ന വരങ്ങൾ ലഭിച്ച വ്യക്തികൾ അവരെങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടു? അവരെ അനുഗ്രഹിച്ച അനുഗ്രഹദാതാവുണ്ട്. ഈ വരങ്ങൾ ലഭിച്ച അനുഗ്രഹീതർ എന്ന് പറയുന്നവരാരും തന്നെ അനുഗ്രഹദാതാക്കളല്ല. എന്ന് പറഞ്ഞാൽ ഒരു ധ്യാനഗുരുവോ കൗൺസിലിംഗ് വരമുള്ള ഒരാളോ രോഗശാന്തി വരമുള്ള ഒരാളോ അവരാരും തന്നെ അനുഗ്രഹദാതാക്കളല്ല. അവർ അനുഗ്രഹത്തിന്റെ ചാലുകളാണ്, മാധ്യമങ്ങളാണ്. അവരിലൂടെ ദൈവം അനുഗ്രഹം ചൊരിയുന്നു. അവരെ സമീപിക്കുമ്പോൾ ഇത് മറക്കരുത്. അനുഗ്രഹദാതാവിനെ കാണാതെ അനുഗ്രഹദാതാവിലൂടെ അനുഗ്രഹം വാങ്ങിക്കൊടുക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ ചാനലുകളാകുന്ന, ഉപകരണങ്ങളാകുന്ന, മാധ്യമങ്ങളാകുന്നവരിൽ നിങ്ങളുടെ ആശ്രയം അർപ്പിച്ചാൽ ഒരുപക്ഷേ അവരെ നിങ്ങൾ വിഗ്രഹങ്ങളായിട്ട് ഉള്ളി പ്രതിഷ്ഠിക്കും. എനിക്ക് തോന്നുന്ന ഒരു 6.5 വർഷം മുമ്പ് ഈ സംഭവം ഉണ്ടായി. ഞാനിവിടെ ചാർജ് എടുത്ത് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഉണ്ടായതാണ്. ഒരാൾ ഓടി ഇവിടെ വന്നു. വളരെ വെപ്രാൾപ്പെട്ട വന്നിരിക്കുന്നത്. 65 വയസ്സായി. ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് നാക്യംപറമ്പിൽ ചെന്ന് കാണണം. അപ്പൊ ഞാൻ പറഞ്ഞു, നാക്യംപറമ്പിൽ ചിലപ്പോൾ എവിടെ പോയി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഓഫീസിലൊന്ന് അന്വേഷിക്കുക. അദ്ദേഹം ഓടി ഓഫീസ് ചെന്നപ്പം അവര് പറഞ്ഞു, നാക്യംപറമ്പിൽ പുറത്തെവിടെയോ പോയിരിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം വീണ്ടും വെപ്രാളത്തോടെ വിയർത്തു കുളിച്ച് ഓടി എൻ്റെ അടുത്ത് വന്നു. എനിക്ക് നാക്യംപറമ്പിൽ കണ്ടേ അടങ്ങൂന്നി പറഞ്ഞു. അപ്പൊ ഞാൻ ഉടനെ നാക്യംപറമ്പിന്റെ ഓഫീസിലേക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ അച്ഛൻ ബാംഗ്ലൂർക്ക് പോയിരിക്കുകയാണ്. അവിടെ ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൽ അച്ഛനൊരു ധ്യാനമുണ്ട്, ലോഗോസ് ധ്യാന കേന്ദ്രത്തിൽ, അതിന് പോയിരിക്കുക. ഇദ്ദേഹം ഇത് അറിഞ്ഞ ഉടനെ എന്നോട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പോവുകയാണ്, അച്ഛനൊന്ന് വിളിച്ച് പറയാമോ ഞാൻ വരുന്നുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് അച്ഛൻ്റെ ഇപ്പോഴുള്ള നമ്പർ അറിഞ്ഞുകൂടാ. അപ്പൊ ആ സമയത്ത് ലോഗോസ് ധ്യാന കേന്ദ്രത്തിന്റെ നമ്പർ എന്റെ മൊബൈലിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളുടെ സഭയുടെ ഡയറക്ടർ നോക്കിയാൽ എനിക്ക് കിട്ടും. പക്ഷെ ഞാൻ ആ സമയത്ത് മുറിയിലല്ല നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു, അപ്പച്ച, പ്രായമായ ആളെ ഞാൻ വിളിച്ചു, അപ്പച്ച, എനിക്ക് ഈ ലോഗോസ് ധ്യാന കേന്ദ്രത്തിന്റെ നമ്പർ ഇപ്പോൾ അറിഞ്ഞുകൂടാ. അച്ഛന്റെ വ്യക്തിപരമായ ഫോണ് ബാംഗ്ലൂര് അച്ഛന്റെ ഓൺ ആയിരിക്കില്ല, അതുകൊണ്ട് വിളിച്ചു പറയാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ പറയരുത്, എനിക്ക് അച്ഛനെ കണ്ടേ അടങ്ങുള്ളൂ. ഞാൻ അവിടെ വരുമ്പോൾ അച്ഛനവിടെ ഇല്ലെങ്കിൽ അത് വലിയ കഷ്ടമായിരിക്കും. അതുകൊണ്ട് നിർബന്ധമായിട്ടും അച്ഛനെ എനിക്ക് കോണ്ടാക്ട് ചെയ്ത് തരണമെന്ന് പറഞ്ഞു. അപ്പച്ചന്റെ നിർബന്ധം എല്ലാം കൂടെ കണ്ടപ്പോൾ ഞാൻ എന്താണ് കാര്യം, അത് അച്ഛനോട് പറയാനുള്ളതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്റെ മുറിക്കകത്ത് ഡയറക്റ്റ് തപ്പിയെടുത്ത് ലോഗോസ് ധ്യാന കേന്ദ്രത്തിൽ വിളിച്ചപ്പോഴേക്ക് അച്ഛൻ അവിടെ ഉണ്ടെന്ന് അവിടെ ഫോൺ എടുത്ത ഒരു ആത്മായൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അച്ഛൻ ഇവിടെ ഉണ്ട്. ഇദ്ദേഹം ഇവിടുന്ന് പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം അവിടെ ചെന്നപ്പോഴേക്കും നാക്യംപറമ്പിൽ അവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് പോകുന്നു. ഇദ്ദേഹം അവിടെ ചെന്നിട്ട് അവിടുന്ന് അടുത്ത ബസ്സിന് കയറി തിരിച്ചിവിടെ വന്ന് ഇറങ്ങി. അപ്പോഴേക്ക് വന്നപ്പോഴുണ്ടായിരുന്ന ഡ്രസ്സാണ് അപ്പോഴും ധരിച്ചിരിക്കുന്നത്. വിവശനാണ്, ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഇവിടെ വന്നപ്പോഴേ നാക്യംപറമ്പിൽ ഇവിടെ നിന്ന് ഹൈദരാബാദിന് പോയി.
അദ്ദേഹം അടുത്ത ഫ്ലൈറ്റിന് ഹൈദരാബാദിന് പോകാൻ വേണ്ടി ഓടുകയാണ്. അപ്പം ഞാൻ ഉടനെ ഓർത്തു, ഇത് ഒരു മാനസിക രോഗമാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും പക്വതയില്ലാത്ത ആത്മീയ ചിന്തയാകാം. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് അവിടെ ഇരുത്തി പറഞ്ഞു, എന്താണ് കാര്യം? അപ്പോൾ ഇത്ര പ്രശ്നമുള്ളൂ, അദ്ദേഹത്തിന് കിട്ടാനുള്ള 1.5 കോടി രൂപ അത് കിട്ടേണ്ടതായിരുന്നു, പക്ഷേ അത് തടസ്സപ്പെട്ടെന്ന് മാത്രമല്ല ഇനി ഇത് കിട്ടാൻ സാധ്യതയില്ലെന്ന് അദ്ദേഹത്തോട് ഈ കൊടുക്കാനുള്ളവർ പറഞ്ഞിരിക്കുന്നു. കാരണം മകൻ വഴി കുറച്ച് കടബാധ്യം ഉണ്ടാക്കി, അതുകൊണ്ട് അപ്പത്തിന് കിട്ടാനുള്ള കാശ് കിട്ടില്ല. ഈ കാശ് നാക്യംപറമ്പച്ചൻ പ്രാർത്ഥിച്ച കിട്ടുന്നതായിട്ട് മനസ്സിൽ തോന്നൽ വന്നു. ഞാൻ ദുഃഖത്തോടെ ഓർത്തു, അദ്ദേഹം ജീവിക്കുന്ന ബോംബെയിൽ അദ്ദേഹത്തിന് തമ്പുരാന്റെ അടുക്കൽ പോകാനും അദ്ദേഹത്തെ സഹായിക്കുന്ന ആൾക്കാരുണ്ട്. നാക്യംപറമ്പച്ചൻ ഇവിടെ വന്ന് കണ്ടാലേ അച്ഛനിലൂടെ മാത്രം ഇത് കിട്ടൂ എന്നൊരു നിർബന്ധ ബുദ്ധിയിൽ അദ്ദേഹം ഓടുമ്പം നാക്യംപറമ്പച്ചന്റെ ഒരു കുറവുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹം തെറ്റായ ഒരു ദിശയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക. പനക്കലച്ചനെയോ നാക്യംപറമ്പച്ചനെയോ എന്നെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആത്മീയപിതാവിനെയോ വാളമനാലച്ചനെയോ അല്ലെങ്കിൽ വട്ടായിലച്ചനെയോ ഒക്കെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, നിങ്ങളുടെ തൊട്ടടുത്തും നിങ്ങളുടെ ഉള്ളിലും വസിക്കുന്ന യേശുവിനെ നിങ്ങൾ കാണുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാതെ, യേശുവിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതെ, യേശുവിനെ തൊട്ടവരെ തൊടാൻ, യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരാൽ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ഓടി നടക്കുമ്പോൾ ഒരു വലിയ തെറ്റ് സംഭവിക്കുക. നിങ്ങൾ ഇവിടുന്ന് ധ്യാനം കഴിഞ്ഞു പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ യേശുവിനെ സംവഹിച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് പോകണം, നിങ്ങളുടെ വീട്ടിലേക്ക് പോകണം എന്ന് ഞാൻ പറയുമ്പോൾ, നിങ്ങൾ ദൈവാലയത്തിൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പോകുമ്പോഴും പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പങ്കെടുക്കാൻ പോകുമ്പോഴും ധ്യാന കേന്ദ്രത്തിലേക്ക് ഓടുമ്പോഴും നിങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം യേശുവിനെ സ്വന്തമാക്കുക എന്നുള്ളതായിരിക്കണം. യേശുവിനെ സ്വന്തമാക്കി കഴിഞ്ഞിട്ട് യേശുവിലൂടെയാണ് അനുഗ്രഹം വരേണ്ടത്. ഞാൻ സ്ഥിരം പറയാറുള്ള ഒരു കഥയുണ്ട്, സംഭവമല്ല. യേശുവിൽ നിന്ന് അനുഗ്രഹം ദാഹിച്ച് നടക്കുന്നവര് യേശുവിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കാത്തതിന് കാരണം എന്തായിരിക്കാം? ഒരുപക്ഷെ ഈശോയുടെ അനുഗ്രഹം മതി, ഈശോയെ വേണ്ട എന്ന് ചിന്തിക്കാൻ കാരണം എന്തായിരിക്കും? ഈശോ കൂടെ വരുന്നുണ്ടെന്ന് അവർക്ക് വിശ്വാസം വരുന്നില്ല. അല്ലെങ്കിൽ ഈശോ കൂടെ വന്നാൽ നമ്മുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് ചിന്തയുള്ളതുകൊണ്ടായിരിക്കും. ഒരിക്കല് ഒരു ബിഷപ്പ് ഞാനും കൂടി ഒരു റെയിൽവേ സ്റ്റേഷൻ നിൽക്കുക. അപ്പൊ 2 പേര് പുറകിലൂടെ വന്ന് എന്നെ വിളിച്ച് പുറകോട്ട് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ഞങ്ങളെ ഒന്ന് പിതാവിനോട് അത് പറയാവോ, ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കാൻ. ഞാൻ പറഞ്ഞു, പറയാമല്ലോ. എവിടുന്ന് വരുന്നു? ഞാനും എൻ്റെ സഹോദരങ്ങളും എല്ലാവരും കൂടി ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ അച്ഛന് പിതാവിനെ കൂടി ഞങ്ങളൊന്ന് അനുഗ്രഹിപ്പിക്കണം. അപ്പൊ പിതാവിന് ട്രെയിൻ 2 മണിക്കൂർ താമസിച്ചിട്ടുണ്ട്. മാത്രമല്ല പിതാവിന് ഈ ട്രെയിൻ കിട്ടാത്തതുകൊണ്ട് അവിടെ ചെന്നൊരു പ്രോഗ്രാം ഉണ്ട്, അതിൽ പങ്കെടുക്കാൻ പറ്റില്ല. അതിന്റെ അസ്വസ്ഥത പിതാവ് നിൽക്കുകയാണ്. അപ്പൊ പിതാവിനോട് പറഞ്ഞു, ഒരു പരിചയമുള്ള ആരുടെയെങ്കിലും കാറ് കിട്ടിയാലും ഞാൻ പോകുമായിരുന്നു. ഇതെന്റെ മനസ്സിലുണ്ടായിരുന്നുകൊണ്ട് ഇവര് പിതാവിന്റെ അനുഗ്രഹമൊക്കെ മുട്ടുകുത്തി വാങ്ങിയിട്ട് പിതാവിന്റെ കൈയൊക്കെ മുത്തി പോകാൻ നേരത്ത് ഞാൻ ചോദിച്ചു, ഏതാണ് കാറ്? കാർ ഏതാണെന്ന് പറഞ്ഞു. വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള വില കൂടിയ കാറാണ്, നല്ല സൗകര്യമുള്ള യാത്രയ്ക്ക് പറ്റിയ കാറാണ്, പിതാവിന് പറ്റിയ വാഹനമാണ്. കാരണം നടുവിന് വേദനയുണ്ട് പിതാവിന്. ഞാൻ ചോദിച്ചു, കാറ് ഫുള്ളാണോ? കാറിൽ സ്ഥലമുണ്ട്, അച്ഛൻ വരുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഞാനല്ലേ ഈ പിതാവിനെ കയറ്റി വിടാനാ. അപ്പൊ എന്നോട് ചതിക്കല്ലേ. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? അതെ, പിതാവിനെ കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ചോദിച്ചു, അതെന്താ? അല്ല, ഞങ്ങൾക്ക് കുറച്ച് ഫ്രീ ആയിട്ടൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഫ്രീ ആയിട്ടൊക്കെ ഒന്ന് പോകേണ്ടതാണ്. ഞാൻ പറഞ്ഞു, പിതാവ് ഫ്രീ ആയിരിക്കും, കുഴപ്പമില്ല. അല്ല, പിതാവിന്റെ കാറ്റഗറി അല്ല ഞങ്ങൾ. ഞാൻ പറഞ്ഞു, അതെന്താ അങ്ങനെ പറഞ്ഞത്? അച്ഛനറിയാലോ, ഞങ്ങളൊരു കുപ്പിയൊക്കെ പൊട്ടിക്കും ഇടയ്ക്ക് കുറച്ച് അതും ഇതൊക്കെ പറയും. ഞങ്ങൾ നോൺ വെജ് ഒക്കെ പറയും. അതൊന്നും പിതാവിന് പിടിക്കുകയല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഇപ്പം എന്തിനാ നിങ്ങളൊന്ന് മുട്ടുകുത്തിയത്? അത് പിതാവിന്റെ അനുഗ്രഹത്തിനാണ്. ഇത് തന്നെയാണ് പ്രാർത്ഥിക്കാൻ പോകുന്ന പലരുടെയും പരിപാടി. യേശുവിന്റെ അനുഗ്രഹം വേണം, പക്ഷെ യേശുവിനെ കൂടെ വേണ്ട. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കഥ പറയുന്നത് എന്താണെന്നറിയോ? ഇപ്പം പറഞ്ഞ സംഭവമാണ്. പിതാവിനോട് ഞാൻ പറഞ്ഞില്ല ഇവരിങ്ങനെ പറഞ്ഞെന്ന്. പിതാവിനെ ഈ വണ്ടിയിൽ കയറ്റി വിട്ടു. ഇവരുടെ വണ്ടി ഏതാണ്ട് കൊയിലാണ്ടി ഭാഗത്തെത്തി കഴിഞ്ഞപ്പോഴേക്ക് വണ്ടി ഓഫായിപ്പോയി. അപ്പോൾ ഇവര് എത്രയൊക്കെ നോക്കിയിട്ട് സ്റ്റാർട്ടാവുന്നില്ല. അപ്പൊ പിതാവ് നല്ല ഉറക്കത്തില്ല. പിതാവ് ഫ്രണ്ടിലെ സീറ്റിന്റെ സൈഡ്, ഡ്രൈവറുടെ ഇപ്പുറത്തെ സീറ്റിൽ നല്ല ഉറക്കമാണ്. ഇവര് പിതാവിനെ എഴുന്നേൽപ്പിച്ചില്ല. ഈ അവസരം നോക്കി
ഇവര് വിചാരിച്ചു കുപ്പി പൊട്ടിച്ചേക്കാം. അപ്പൊ ഒരാൾ പറഞ്ഞു, എടാ കുപ്പി പൊട്ടിച്ച് കുടിച്ചാൽ പിന്നെ പിതാവിന് വണ്ടിക്കകത്ത് മണം കിട്ടും, അതുകൊണ്ട് അത് വേണ്ട. അപ്പൊ ഇവരിങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് പുറത്തു നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പിതാവ് വന്ന് ചുമച്ചിട്ടും എഴുന്നേറ്റപ്പോൾ ഇവർ ചാടി ഡോറ് തുറന്ന ഉടനെ പിതാവ് ചോദിച്ചു, എന്തു പറ്റി, എന്താ നടത്തിയിരിക്കുന്നത്? ഒരു സ്ട്രീറ്റ് ലൈറ്റിന്റെ പ്രകാശം മാത്രമുള്ള റോഡിലാണ് നിൽക്കുന്നത്, വണ്ടി അനങ്ങുന്നില്ല. ഉടനെ പിതാവ് പറഞ്ഞു, എന്നാ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ആ ഡ്രൈവറുടെ തൊട്ടടുത്തുള്ള അവിടെ വണ്ടിയുടെ മുകളിൽ കൈ വെച്ചിട്ട് പിതാവ്, ഈശോയെ, എനിക്ക് അവിടെ ചെന്ന് രാവിലെ തന്നെ പട്ടം കൊടുക്കൽ ശുശ്രൂഷയുണ്ട്, പട്ടം കൊടുക്കൽ ശുശ്രൂഷ ഉള്ളതാണ്, എനിക്ക് ഈ വാഹനത്തിൽ പോകണം, ഇതിന്റെ എഞ്ചിന്റെ തകരാറെല്ലാം പരിഹരിച്ച് ഞങ്ങളുടെ യാത്രയെ സുരക്ഷിതമാക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നിട്ട് പിതാവ് പറഞ്ഞു, വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. സ്റ്റാർട്ട് ചെയ്തപ്പോൾ വണ്ടി അങ്ങ് സ്റ്റാർട്ടായി. പ്രിയപ്പെട്ടവരെ, ഇവർക്കൊരു വലിയ അത്ഭുതം. പിതാവ് പ്രാർത്ഥിച്ച ഉടനെ വണ്ടി സ്റ്റാർട്ടായി. ഇവർ ഈ സന്തോഷത്തോടെ പോയി പിതാവിനെ സ്ഥലത്തുകൊണ്ട് ഇറക്കി. സ്ഥലമൊന്നും ഞാനിവിടെ പറയുന്നില്ല. സ്ഥലത്തുകൊണ്ട് പള്ളിയുടെ മുറ്റത്തൊക്കെ ഇറക്കി. പിതാവ് ഇവരോട് പറഞ്ഞു, ഏതായിരുന്നാലും നിങ്ങളുടെ ഒരു വലിയ അപകടത്തിൽ നിന്ന് കർത്താവ് രക്ഷിച്ചു. ഉടനെ അവർ പറഞ്ഞു, എന്താ പിതാവ് അപകടം? ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ കണ്ടത് നിങ്ങൾ മദ്യത്തിന്റെ ലഹരിയിൽ വണ്ടി ഓടിച്ച് ആക്സിഡന്റിൽ പെടുന്നതാണ്. അപ്പോഴാണ് ഞാൻ ചുമച്ചോട് ചാടി എഴുന്നേറ്റെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപക്ഷെ ഞാൻ ഈ പറയുന്ന പ്രസംഗം കൊണ്ട് ചെവിയിലൂടെ ആ അഭിവന്യ പിതാവ് കേൾക്കുന്നുണ്ടാകും. അദ്ദേഹം ഇതിനെ പുറത്തു പറയാൻ അനുവദിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറയാത്തത്. ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞ കഥാപാത്രങ്ങൾ 4 പേര് ഇത് കേൾക്കുന്നുണ്ടായിരിക്കാം. അവരുടെ പേരൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല, കാരണം ഇതാരാന്ന് ആർക്കും അറിഞ്ഞുകൂടാത്ത കേസാണ്. അതായത് ദൈവാനുഗ്രഹം വേണമെന്ന് പറയുന്നവര് ദൈവത്തെ വേണ്ട എന്ന് ചിന്തിക്കുന്നുണ്ടോ? നമ്മളിവിടെ നിന്ന് പോകുമ്പോൾ ദൈവത്തെ സ്വന്തമാക്കണം, എങ്കിൽ ദൈവാനുഗ്രഹം വേണ്ടപ്പോഴൊക്കെ കിട്ടിക്കൊണ്ടും. ഞാൻ പറഞ്ഞ കഥ ഏതാണെന്നറിയോ? ഒരിക്കൽ കുറെ കുട്ടികൾ ഒരു പിക്നിക്കിന് പോയി. കഥയാണ് കേട്ടോ, സംഭവമല്ല. ഒരു രാജകൊട്ടാരത്തിലാണ് പ്രവേശിച്ചത്. അവർ രാജകൊട്ടാരത്തിൽ പ്രവേശിച്ച് അവിടെയുള്ള കുട്ടികൾക്ക് എല്ലാം കാണണം, എല്ലാം തൊടണം. അവരുടെ ജിജ്ഞാസയിൽ നിന്ന്, ക്യൂരിയോസിറ്റിയിൽ നിന്ന് അവരിങ്ങനെ എല്ലായിടത്തും ഓടി പാഞ്ഞടക്കുക. മിടുക്കരായ സ്മാർട്ടായ പിള്ളേരുടെ പ്രകടനം രാജാവിന് രാജകുമാരിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവര് പോയി അവസാനം രാജകുമാരനും കൂടി ഇവരെ ഒരുമിച്ച് വിളിച്ചു കൂട്ടി സ്നാക്സ്, ചെറിയ ഭക്ഷണം കൊടുത്ത്, ചായയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളെ സംപ്രീതനാണ് ഞാൻ, ഓരോ സമ്മാനം തരാൻ പോവുക. ഈ മുറിക്കകത്ത് കാണുന്ന ഏതെങ്കിലും ഒരു വസ്തു നിങ്ങൾ പോയി തൊടുക, എന്ത് തൊടുന്നു അത് നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് ആയിരിക്കും. പിള്ളേര് 4 പാട് ഓടാൻ തുടങ്ങി. ഓടി 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 ഓരോരുത്തർ ഓരോ സമ്മാനത്തെ തൊട്ട് ഇങ്ങനെ നിൽക്കുക. ഒരു പെൺകുട്ടി മാത്രം അനങ്ങാതെ നിൽക്കുക. രാജാവ് ചോദിച്ചു, നീ എന്താ ഓടാത്തത്? നിനക്ക് സമ്മാനമൊന്നും വേണ്ടേ? വേണം. പിന്നെന്താ തൊടാത്തത്? തൊടാൻ പോവുക. അവൾ പോയി രാജകുമാരനെ തൊട്ടു. മറ്റേ പിള്ളേർക്കെല്ലാം ആ കൊട്ടാരത്തിൽ ഓരോ ഗിഫ്റ്റ് കിട്ടി. പക്ഷെ ഇവൾക്ക് മാത്രം കൊട്ടാരം മുഴുവൻ കിട്ടി. രാജകുമാരനെയുള്ള കൊട്ടാരം ഇനി അടുത്ത് അവന് അവകാശി. നമ്മൾ തമ്പുരാന്റെ പക്കലേക്ക് പോകുമ്പോൾ രാജകുമാരനായ യേശുവിനെ സ്വന്തമാക്കാതെ ഒരുപിടി അനുഗ്രഹം, ഒരു കൊട്ട അനുഗ്രഹം അതുമായിട്ട് വീട്ടിൽ പോകാനായിരിക്കും കൊതിക്കുക. അതൊന്ന് മാറ്റിയെടുക്കണം. ദൈവത്തെ കിട്ടിക്കഴിഞ്ഞാൽ, സ്വന്തമായി കഴിഞ്ഞാൽ, അപ്പം നമ്മൾ ചോദിക്കും, അപ്പം ദൈവം നമ്മുടെ കൂടെ ഇല്ലായിരുന്നോ? പ്രിയപ്പെട്ടവരെ, പാപത്തിലാണ് ജീവിച്ചിരുന്നതെങ്കിൽ അനുഗ്രഹദാതാവായ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നില്ലായിരുന്നു. അവിടെ ദൈവം വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 19-20 തിരുവചനങ്ങൾ പറഞ്ഞിരിക്കുന്ന പോലെ, ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അകത്ത് വരും, അവനോടൊപ്പം ഭക്ഷിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? നമുക്ക് പാപത്തിലാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവം സജീവനായി അഭിഷേകവും അനുഗ്രഹവും ചൊരിഞ്ഞുകൊണ്ട് വസിക്കുന്നില്ലാത്തൊരവസ്ഥയാണ് വന്നിരിക്കുന്നത്. നാം തമ്പുരാനെ പുറത്താക്കി, നമ്മൾ യേശുവിനെ പുറത്താക്കിയിരിക്കുകയാണ്. പക്ഷെ ഈശോ നമ്മളെ കൈവിട്ടില്ല. ഈശോ ആ പാപിയുടെ കൂടെ വസിക്കുന്നുവെന്ന് യേശയ്യ 57:15 പറഞ്ഞിട്ടുണ്ട്. യേശയ്യ 57:15. അത്യുന്നതനും മഹത്വപൂർണനുമായവൻ അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു, അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെ നവീകരിക്കാൻ ഞാൻ അവരോട് കൂടെ വസിക്കുന്നു. ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്ന തമ്പുരാൻ അനുതപിക്കുന്നവരുടെ കൂടെയേ വസിക്കുന്നുള്ളൂ, അവരുടെ ഉള്ളിലല്ല വസിക്കുന്നത്. അപ്പോൾ അനുതാപത്തോടെ ദൈവൈക്യത്തിന് വേണ്ടി ദാഹിച്ചു നിൽക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ
പാപത്തിലായിരിക്കുന്ന വ്യക്തികൾ, അങ്ങനെ ഇരിക്കുന്നവർ പാപം ഉപേക്ഷിച്ച് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്ന വരെ അവരുടെ ഉള്ളിൽ പ്രവേശിക്കാൻ ദൈവത്തിന് പറ്റില്ല. ദൈവം മഹത്വപൂർണ്ണന അവരുടെ ഉള്ളിൽ കഴിയുന്നില്ല. ഞാൻ പണ്ട് മുതൽ അതിനെക്കുറിച്ചൊരു വാചകം പറയും. പാപിയുടെ ഉള്ളിൽ ദൈവം മുറിവേറ്റ് വേദനിച്ച് രക്തമൊഴുക്കി അന്ന് പീലാത്തോസിന്റെ അരമനയിൽ നിന്നതുപോലെ നിൽക്കും. പരിശുദ്ധന്റെ ഉള്ളിൽ ദൈവം മഹത്വപൂർണനായി ഇങ്ങനെ നിൽക്കും. ഉദ്ധിതനായ കർത്താവ്, മഹത്വപൂർണനായവൻ ഇതാ നമ്മുടെ ഉള്ളിൽ നിൽക്കും. വിജയശ്രീലാളിതനായ രാജാധിരാജനായ ഈശോ നമ്മുടെ ഉള്ളിൽ വസിക്കും, നമുക്ക് പാപമില്ലെങ്കിൽ. അതായത് പാപത്തിൽ വസിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിലും ദൈവത്തിന് അനുഗ്രഹദാതാവായി വസിക്കാൻ പറ്റില്ല. അവനെ മാനസാന്തരം നയിക്കാൻ വേണ്ടി ഹൃദയവാതിൽ മുട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ ഈശോയ്ക്ക് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കണം. അപ്പോൾ ഈ ധ്യാനം കഴിഞ്ഞു പോകുമ്പോൾ ഈശോയ്ക്ക് ഹൃദയത്തിൽ വസിക്കാൻ, ആത്മാവിൽ വസിക്കാൻ ഇടമൊരുക്കിയിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കണം. ഒന്ന്, ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും വലതു കരുന്ന് ഉയർത്തിപ്പിടിച്ച കണ്ണുകളടച്ച് ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലുന്നു. കാരുണ്യവാനായ ഈശോയേ, രക്ഷകനായ ഈശോയേ, അങ്ങയുടെ തിരുമുമ്പിൽ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ആത്മാവിൽ അങ്ങ് രാജാവായി, രാജാധിരാജനായി, രക്ഷകനായി, സർവശക്തനായി വാഴണമേ. ഈശോയെ, അങ്ങേക്കു വേണ്ടി ദാഹിക്കുവാൻ, അങ്ങേ സ്വന്തമാക്കുവാനായി ദാഹിക്കുവാൻ, അങ്ങേ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുവാൻ, അങ്ങ് വസിക്കുന്ന ഹൃദയത്തിൽ ശുദ്ധമായി സൂക്ഷിക്കുവാൻ എനിക്ക് അനുഗ്രഹം നൽകണമേ. പാപമില്ലാത്തൊരു ജീവിതം എനിക്ക് നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ യേശുവിനെ സ്വന്തമാക്കി കഴിഞ്ഞാൽ ഈശോ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അത് യേശുവിനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചാൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഇവിടെ നിന്ന് ധ്യാനം കൂടിപ്പോയ ഒരു ഡോക്ടർ, അദ്ദേഹം എനിക്ക് ഒരു SMS അയച്ചു ഒരു 3 വർഷം മുമ്പ്. എൻ്റെ മൊബൈലിൽ ഈ SMS വന്ന് കിടക്കുന്നു. ഡോക്ടർ ഫുൾ അഡ്രസ് എഴുതി, ഒരു കോണ്ടാക്ട് നമ്പർ അടിയിൽ എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഇമെയിൽ ID ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, അദ്ദേഹത്തിന് വചനഗ്രന്ഥം എടുത്ത് വായിക്കാൻ പറ്റുന്നില്ല. കാരണം അദ്ദേഹം പറയുന്നു, ഈ ബൈബിൾ വായിച്ചിട്ട് എനിക്ക് എന്ത് മെച്ചമാണ് ഉള്ളത്, ബൈബിളിലൂടെ എനിക്ക് എന്താ കിട്ടുന്നത്. അപ്പൊ അദ്ദേഹം എന്നോട് വേറൊരു കാര്യം കൂടെ പ്രത്യേകം പറഞ്ഞു. കൊളോസൂസ് 3:16 പറഞ്ഞ വചനം അദ്ദേഹത്തെ കൺഫ്യൂസ് ചെയ്യിക്കുന്നു. ക്രിസ്തുവിന്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ, ക്രിസ്തുവിന്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായിട്ട് വസിക്കട്ടെ. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഈ ക്രിസ്തുവിന്റെ വചനം അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മൾ എങ്ങനെയാണ് വസിക്കുന്നത്? അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇവിടെ വന്ന് ഒരാഴ്ചയും കൂടെ ധ്യാനം കൂടുകയാണെങ്കിൽ ഈ ആഴ്ചയിലെ ക്ലാസ്സിൽ, ഈ ആഴ്ച വരുന്നെങ്കിൽ ഞാൻ ഈ ക്ലാസ്സിൽ ഇതിനെക്കുറിച്ചൊരു വിശദീകരണം തരാം. ഓരോരുത്തരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരവും SMS-ലൂടെയും ഇമെയിലിലൂടെയും കത്തിലൂടെയും നൽകുക എന്റെ ദൗത്യമല്ല. നിങ്ങൾക്ക് ഇങ്ങോട്ട് സന്ദേശമായിട്ട് ഞാൻ പറയുകയാണ്. ഇവിടുന്ന് ധ്യാനം കഴിഞ്ഞ് പോയിട്ട് പലരും കത്തെഴുതും. എനിക്ക് കഴിഞ്ഞ മാസം കിട്ടിയ ഒരു കത്ത് 21 പേജുണ്ട്. അച്ഛനിത് മുഴുവൻ വായിച്ചിട്ട് ഓരോന്നിനും മറുപടി പറയണം. 120 ചോദ്യങ്ങളുണ്ട്. എനിക്കങ്ങനെ ചോദ്യോത്തര പങ്ക് കൈകാര്യം ചെയ്യുന്ന ശുശ്രൂഷ അല്ല ഉള്ളത്. ഇവിടെ തമ്പുരാൻ നിങ്ങളോട് പറയാനായിട്ട് എന്നോട് ആവശ്യപ്പെടുന്നു, പറയുക. പിന്നെ ഏതെങ്കിലും സാഹചര്യം വന്നാൽ, അവസരം കിട്ടിയാൽ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിവാരണം വരുത്താൻ പറ്റും, എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ചെയ്യും. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വിശ്വാസ ജീവിതത്തിന്, എന്റെ ആത്മജീവിതത്തിന് സംശയങ്ങളൊന്നുമില്ല. എന്റെ ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരവും കർത്താവ് തന്നിട്ടുണ്ട്. ഇനി അവിടെയാണ് എനിക്ക് കർത്താവ് വേറൊരു കാര്യം എന്നെ പഠിപ്പിച്ചു തന്നത്. എന്റെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കർത്താവ് എനിക്ക് തന്നു. ഒരു ചോദ്യവും അൺആൻസേർഡ് അല്ല, ഒരു ചോദ്യം ഉത്തരം കിട്ടാത്തതില്ല. എനിക്ക് ദൈവത്തെക്കുറിച്ചോ സ്വർഗത്തെക്കുറിച്ചോ ദൈവിക വെളിപാടിനെക്കുറിച്ചോ സഭയെക്കുറിച്ചോ എന്റെ ഉള്ളിൽ സംശയങ്ങളില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് എല്ലാം എനിക്ക് ഈശോ ഉത്തരം നൽകി. അതേസമയം അടുത്ത വാചകം നന്നായിട്ട് കേൾക്കണം. ഏതെങ്കിലും ചോദ്യത്തിന് എനിക്ക് ഉത്തരം അറിഞ്ഞുകൂടായെങ്കിൽ, എനിക്ക് ഈശോ ഉത്തരം തരുന്നില്ലെങ്കിൽ, ഒന്നുകിൽ ഞാനത് അറിയേണ്ടതല്ല, അതുകൊണ്ടാണ്. ഞാൻ അറിയേണ്ടതാണ്.
എല്ലാം അറിയുന്നവൻ ആകാൻ പാടില്ല ഞാൻ. കാരണം എല്ലാം അറിയുന്നവൻ ദൈവമാണ്, സർവജ്ഞൻ, ഒംനീഷ്യന്റ് ഗോഡ്. എനിക്കെല്ലാം അറിയാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ ദൈവതുല്യനാകുന്ന പാപം ചെയ്യുക. അങ്ങനെ ആകാൻ പറ്റില്ല. നമുക്കെല്ലാം അറിഞ്ഞുകൂടാ. ദൈവത്തിന് മാത്രം അറിയത്തുള്ളൂ. സർവജ്ഞൻ ദൈവം മാത്രമാണ്, ഒംനീഷ്യന്റ്. അപ്പൊ നമുക്ക് എല്ലാം അറിയാൻ പറ്റില്ല. മാത്രമല്ല, നമ്മൾ ഭൗമികരാണ്. ഈ ഭൂമിയിൽ ശരീരത്തോട് ജീവിക്കുന്നവരാ. മാനുഷിക ബുദ്ധി ഇപ്പം നമുക്കുള്ളൂ. നമ്മുടെ ആത്മാവ് ദൈവൈക്യത്തിലെത്തി സ്വർഗത്തിലെത്തി കഴിയുമ്പോഴേ സ്വർഗീയ രഹസ്യങ്ങൾ മുഴുവൻ വെളിപ്പെട്ട് കിട്ടുള്ളൂ. സ്വർഗത്തിലെത്തി കഴിയുമ്പോൾ ഇന്ന് നമ്മൾ അറിയാത്ത ദൈവിക സ്വർഗീയ രഹസ്യങ്ങളെല്ലാം നമുക്ക് വെളിപ്പെട്ട് കിട്ടും. അപ്പൊ നമ്മുടെ ലക്ഷ്യം, ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് മനോഭാവം എടുക്കണം? ഞാനത് അറിയേണ്ടാത്തതുകൊണ്ടായിരിക്കാം. മറ്റൊന്ന്, അറിയാൻ വേണ്ടി അറിവിന്റെ ഉറവിടമായ ദൈവത്തിന്റെ അടുത്ത് കാത്തിരിക്കണം. കാത്തിരിപ്പ് ഏതൊരു വിശ്വാസിയുടെ ആത്മീയ ജീവിതത്തിന്റെ സ്വഭാവമായിരിക്കണം. കാത്തിരിക്കണം. We have to wait upon the Lord. ഇംഗ്ലീഷ് പറയും, we have to wait upon the Lord. കർത്താവിന്റെ മുമ്പിൽ, കർത്താവിന്റെ സന്നിധിയിൽ കാത്തിരിക്കുക. വെളിപാടിന് വേണ്ടി, സ്വർഗീയ സന്ദേശങ്ങൾക്ക് വേണ്ടി. അപ്പൊ ചിലപ്പോൾ നമുക്ക് ഉത്തരം കിട്ടില്ല, ചിലപ്പോൾ കുറെ കാലമെടുക്കും, ചിലപ്പോൾ ഉത്തരമേ കിട്ടുന്നില്ല. ഞാനൊരു സംഭവം ഓർക്കുകയാണേ. 25 അത് 26 വർഷം മുമ്പ് ആ സംഭവം ഉണ്ടായത്. ഞാൻ പോട്ടെ ആശ്രമത്തിൽ ചാർജ് എടുത്തു. അതെ, 1991 നാക്യംപറമ്പിലച്ഛൻ ഒരു ശനിയാഴ്ച ശുശ്രൂഷ കഴിഞ്ഞ് അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛനിപ്പോൾ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ പറഞ്ഞു, ഞാൻ സ്റ്റേജിലേക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പോകണം, നമുക്ക് കുറച്ചേരം ഇരുന്ന് പ്രാർത്ഥിച്ചാലോ? അപ്പോൾ ഒരു അല്പം അസ്വസ്ഥനാണ് അച്ഛൻ. ഞാൻ പോയി പ്രാർത്ഥിക്കാം. ഞങ്ങൾ രണ്ടുപേരും കൂടെ പോട്ടെ ആശ്രമത്തിൽ ഒരു മുറി കയറിയിരുന്നു, ഒരു ഗസ്റ്റ് റൂമാണ്. അച്ഛൻ പറഞ്ഞു, 3 മാസം കഴിഞ്ഞ് വിദേശത്തൊരു പ്രോഗ്രാമുണ്ട്. അന്ന് വിദേശ രാജ്യത്തെ ശുശ്രൂഷ ഇത്രയും കൂടുതൽ നടക്കുന്ന കാലമല്ല, അധികം അച്ഛന്മാര് ധ്യാനിപ്പിക്കാൻ പോകുന്ന കാലമല്ല. അപ്പൊ അച്ഛനെ വിദേശത്തേക്ക് വിളിച്ചിട്ടുണ്ട്. ഏത് രാജ്യത്ത്, അമേരിക്കയാണോ ജർമ്മനിയാണോ എന്നെനിക്ക് ഉറപ്പില്ല. പക്ഷെ ഇതുവരെ ആരെയൊക്കെയാണ് എന്റെ കൂടെ കൊണ്ടുപോകേണ്ടതെന്നതിനെ കുറിച്ച് എനിക്കൊരു വെളിച്ചം കിട്ടുന്നില്ല. അടുത്ത് പ്രാർത്ഥിച്ചേ. ഞങ്ങൾ അവിടെ ഇരുന്നു. അച്ഛന്റെ പ്രാർത്ഥന ഇങ്ങനെ, കർത്താവായ ഈശോയെ. പിന്നെ ദേഷ്യപ്പെടാൻ തുടങ്ങി. കർത്താവായ ഈശോയെ, കഴിഞ്ഞ 2 മാസമായി നിന്റെ തിരുമുമ്പിലിരുന്ന് ഞാൻ യാചിക്കുകയാണ്, ആരെയാണ് എന്റെ കൂടെ കൊണ്ടുപോകേണ്ടത്? ഞങ്ങൾ ടീമിൽ ആരൊക്കെ വേണമെന്ന് അറിയാൻ വേണ്ടി. ഒരു വെളിപാടും കിട്ടുന്നില്ല, ഒരു വെളിച്ചവും കിട്ടുന്നില്ല, ഒരു സന്ദേശവും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു ഒരു ജാതി ദേഷ്യപ്പെട്ടൊരു പ്രാർത്ഥന. അപ്പൊ ഞാൻ ഓർത്ത്, ഇതെന്ത് പ്രാർത്ഥനയാണ്? ഞാൻ അച്ഛനായിട്ട് 2 വർഷമായിട്ടുള്ളൂ. അച്ഛന്റെ പ്രാർത്ഥനയുടെ ശൈലി പെട്ടെന്ന് എനിക്കും പിടിച്ചില്ല. എനിക്ക് നാക്കിമറിച്ചനെ പണ്ടേ അറിയാം. 981 മുതൽ ഞങ്ങൾ ഒരുമിച്ച് ധ്യാനത്തിന് ഒത്തിരി പോയിട്ടുള്ള, അച്ഛൻ ധ്യാനിപ്പിക്കുന്നത് ഞാൻ ശുശ്രൂഷ സഹായിച്ചിട്ടുള്ള അച്ഛനാകുന്നതിന് മുമ്പ് തന്നെ. അച്ഛനാകുന്നതിന് മുമ്പ് 7 വർഷം മുമ്പ് ഞാൻ അച്ഛന്റെ കൂടെ ശുശ്രൂഷയ്ക്ക് പോയിട്ടുള്ളതാണ്. അപ്പൊ എനിക്കറിയാം അച്ഛനെ. പക്ഷേ ഇത് ഞാൻ ആദ്യം കാണുന്ന ശൈലിയാണ്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ കുറച്ചേരം ഇങ്ങനെ അനങ്ങാതിരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ അത്രയും പറഞ്ഞിട്ടിരുന്നിട്ട് പിന്നെ മുഖത്തിന്റെ ഒരു പ്രകാശം. അത് കഴിഞ്ഞ് അച്ഛന്റെ പ്രാർത്ഥന നല്ല രസമുള്ളൊരു പ്രാർത്ഥന. കർത്താവായ ഈശോയെ, അന്യഭവനത്തിൽ 1000 ദിനങ്ങൾ എന്നതിനേക്കാൾ അങ്ങയുടെ ഭവനത്തിൽ 1 ദിനം കൂടുതൽ അഭികാമ്യമാണല്ലോ. എനിക്ക് വിദേശത്തേക്ക് എന്റെ കൂടെ ആരെ കൊണ്ടുപോകണമെന്ന് അങ്ങ് വെളിപ്പെടുത്തി തരാതെ അങ്ങയുടെ ഭവനത്തിൽ അങ്ങയുടെ കൂടെ കാത്തിരിക്കാനായിട്ട് 2 മാസം അങ്ങ് അനുഗ്രഹിച്ച് തന്നതാണല്ലോ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറ. ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ, നമ്മൾ ആഗ്രഹിച്ചതുപോലുള്ള ഒരു വെളിപാട് കിട്ടുന്നില്ലെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന കാര്യം നടന്നു കിട്ടിയില്ലെങ്കിൽ, കർത്താവിന്റെ സന്നിധിയിൽ കാത്തിരുന്ന് 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 മടുക്കാതെ തമ്പുരാന്റെ സന്നിധിയിൽ മാത്രം ദാഹത്തോടെ കാത്തിരിക്കാൻ കിട്ടിയ ഭാഗ്യമാണെന്ന് കരുതുന്ന വെളിപാട് നാക്യംപറമ്പിലച്ഛനെ പോലുള്ളവർക്ക് കിട്ടുള്ളൂ. നമ്മളെ പോലുള്ളവർക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ദൈവോന്മുഖതയുണ്ടെങ്കിൽ കിട്ടുള്ളൂ. അച്ഛൻ പറയുകയാണ്, ഈശോയെ, നിന്റെ മുമ്പിൽ ഈ വെളിപാട് കിട്ടാതെ, സന്ദേശം കിട്ടാതെ കാത്തിരുന്ന കാലം നഷ്ടമല്ല, അതൊരു നേട്ടമാണ്. അന്യഭവനത്തിൽ 1000 ദിനങ്ങളെക്കാൾ അങ്ങയുടെ തിരുമുമ്പിൽ 1 ദിനം കൂടുതൽ അഭികാമ്യമാണ്. അതിനുള്ള ഭാഗ്യമാണല്ലോ അങ്ങ് അനുവദിച്ചു തന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മക്കളില്ലാതിരുന്ന അബ്രാഹത്തിനും സാറായിക്കും 100-ാം വയസ്സിൽ കൊച്ചുണ്ടായപ്പം കല്യാണം കഴിഞ്ഞ് പിറ്റേ വർഷം കൊച്ചുണ്ടായവരെക്കാൾ കൂടുതലായി ഇവർക്ക് 2 പേർക്കും ഒരു കാര്യം പറയാൻ പറ്റും, ഇത് ദൈവത്തിന്റെ ദാനമാണ്. മറ്റുള്ളവർ എന്തു പറയും? ഇത് ഞങ്ങളുടെ കൊച്ചാണ്. കല്യാണം കഴിച്ച ഉടനെ അവരുടെ ശാരീരിക ബന്ധത്തിൽ പെട്ടെന്ന് കൊച്ചു ജനിച്ചു. അപ്പൊ ആ കൊച്ചിനുള്ള മനോഭാവം എന്താ?
ഞങ്ങളുടെ രണ്ടുപേരുടെയും കൊച്ചുങ്ങളില്ലാതിരുന്നിട്ട് കുറെ കാലം കഴിഞ്ഞൊരു കൊച്ചുണ്ടായാൽ നമ്മുടെ മനോഭാവം എന്തായിരിക്കും? ദൈവം ദാനമായി നൽകിയ കൊച്ച് ഏതാ നല്ലത്? ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കുന്നു എന്നുള്ളത് ഒരു നിർഭാഗ്യമാണോ? ഒരു ദൗർഭാഗ്യമാണോ? ഒരു കഷ്ടപ്പാട്, ദുരിതമാണോ? അല്ല. അടുത്തത് പനക്കരച്ചൻ പണ്ട് പറഞ്ഞു കേട്ടൊരു ഉദാഹരണമാണ്. അദ്ദേഹം പറയുകയാണ്, ഈ ചാലക്കുടിയിൽ അന്ധനായ ഒരാളെ കണ്ടപ്പം അച്ഛന് വലിയ സങ്കടം. അച്ഛന് ഈ പയ്യനോട് പറഞ്ഞു, നിനക്ക് നിന്റെ അന്ധത ഓർത്ത സങ്കടമുണ്ടോടാ? എന്തിനു സങ്കടപ്പെടണം? അച്ഛാ, എന്റെ കാഴ്ചയില്ലാത്ത 2 കണ്ണുകളും കാണുമ്പോഴല്ലേ അച്ഛന്റെ കാഴ്ചയുള്ള 2 കണ്ണുകൾ ദൈവത്തിന്റെ ദാനമാണെന്ന് അച്ഛന് ബോധ്യപ്പെടുന്നത്. അങ്ങനെ എന്നെ കാണുന്നവർക്കെല്ലാം അങ്ങനെ ഒരു ബോധ്യം കിട്ടുമല്ലോ. അതുകൊണ്ട് ഞാൻ ഒട്ടും സങ്കടപ്പെടുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിലെ ഇല്ലായ്മകളും ദുരിതങ്ങളും സഹനങ്ങളും തടസ്സങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും സൗഭാഗ്യം കിട്ടിയവർക്ക് ഇത് ദൈവത്തിന്റെ ദാനമാണെന്ന് ചിന്തിക്കാനുള്ള ചൂണ്ടുപലകകളാണ്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങള് ധ്യാനം കഴിഞ്ഞു പോയിട്ടുള്ളവര്, ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ, ധ്യാനം കൂടിയിട്ടുള്ളവരും ധ്യാനം കൂടാത്തവരെല്ലാം അറിയുക, നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ കർത്താവിന്റെ മുമ്പിൽ കാത്തിരിക്കണം. വെയിറ്റ് അപ്പോൺ ദ ലോർഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ടു വെയിറ്റ് അപ്പോൺ ദ ലോർഡ്. കർത്താവിൽ കാത്തിരിക്കുക. അത് ചെറിയ കാര്യമല്ല. അബ്രാഹം കാത്തിരുന്നത് പോലെ ഇടയ്ക്കൊരു മണ്ടത്തരം കാണിച്ചെങ്കിലും 25 വർഷം കാത്തിരുന്ന് 75-ാം വയസ്സിലെ വാഗ്ദാനം കിട്ടി 100-ാം വയസ്സിലെ കൊച്ചുണ്ടായത്. എൽക്കാനെയും ഹന്നയും കാത്തിരുന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ചതുപോലെ, എലിസബത്തും സഖറിയായും കാത്തിരുന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ചതുപോലെ കാത്തിരിക്കേണ്ടി വരും. അതിനാണ് നമ്മൾ വി ഹാവ് ടു പേ ദ പ്രൈസ് ഫോർ ദ അനോയിന്റിംഗ് എന്ന് പറയുക, അഭിഷേകത്തിന്റെ വില കൊടുക്കുക എന്ന് പറയുക. അപ്പം പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഒന്നിനും നഷ്ടമായിട്ട് കൂട്ടണ്ട. അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ കാത്തിരിക്കാനുള്ള വെളിച്ചവും അഭിഷേകവും അവിടെ നമുക്ക് തന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ദൈവത്തെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുക. ദൈവത്തെ സ്വന്തമാക്കുമ്പോൾ ഈ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന കർത്താവിനെ നമ്മൾ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും കർത്താവുമായിട്ട്. ആ കർത്താവിന്റെ സന്നിധിയിൽ വെളിച്ചത്തിനും വെളിപാടിനും അഭിഷേകത്തിനും അനുഗ്രഹത്തിനുമായിട്ട് കാത്തിരിക്കണം. അതിനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് എഴുന്നേറ്റൊന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ഈശോയെ, അനുഗ്രഹദാതാവായ ഈശോയെ, അനുഗ്രഹം തന്നെയായ ഈശോയെ, ഒരിക്കലും മടുക്കാതെ, മനസ്സുമടുക്കാതെ, മനസ്സിടിഞ്ഞു പോകാതെ, മുറിവേൽക്കാതെ, നഷ്ടധൈര്യരാകാതെ, വാടിപ്പോകാതെ, ദുഃഖിതരാകാതെ, അങ്ങിൽ പ്രത്യാശയർപ്പിച്ച്, അങ്ങിൽ വിശ്വസിച്ച്, അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുവാൻ, അങ്ങയുടെ വചനത്തിനു വേണ്ടി, അങ്ങയുടെ വെളിപാടിനു വേണ്ടി, അങ്ങയുടെ അനുഗ്രഹത്തിനു വേണ്ടി, അങ്ങ് തരുന്ന അഭിഷേകം സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുവാനുള്ള വരവും അനുഗ്രഹവും അഭിഷേകവും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, എല്ലാ കിടപ്പ് രോഗികളെയും, മാറാരോഗബാധിതരെയും, കഠിന വേദനയുള്ളവരെയും, പകർച്ചവ്യാധികളുള്ളവരെയും, അപകടത്തിൽപ്പെട്ട് കിടക്കുന്നവരെയും, മരണാസന്നരെയും, പാപത്താൽ രോഗികളായവരെയും, പിശാചിന രോഗികളായവരെയും ഇപ്പോൾ തൊടണമേ. അങ്ങയുടെ ദിവ്യശക്തിയാൽ അവരെ ആശീർവദിച്ച് സുഖപ്പെടുത്തണമേ. രോഗികളെ അങ്ങ് തൊടണമേ, അവരെ തൊട്ട് സുഖപ്പെടുത്തണമേ, അവരുടെ കരം പിടിച്ചെഴുന്നേൽപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.